സൂര്യ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു സ്വാമി സൂര്യ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, പിന്നെ ചക്രം, 7 ചക്രങ്ങളും 7 എൻഡോക്രൈൻ ഗ്ലാൻഡ്സും ഉണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. There are 7 chakras and 7 endocrine glands. Today this video is about what Lalita Sahasranamam has described in Lalita Sahasranamam about these glands and chakras. Chakras and glands both are same. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇന്ന് ആദ്യമായി നമുക്ക് മൂലാധാര ചക്രത്തിനെ കുറിച്ച് നോക്കാം. മൂലാധാര ചക്രത്തിനെ സെക്സ് ഗ്ലാൻഡ് എന്ന് പറയുന്നു. ഈ ഗ്ലാൻഡ്സ് നമ്മളുടെ ദേഹത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വികാസത്തിന് വേണ്ടി 143 വിധത്തിലുള്ള ഹാർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നു. സോ ദിസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് 143 ടൈപ്സ് ഓഫ് ഹാർമോൺസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അവർ ബോഡി, മൈൻഡ് ആൻഡ് ബ്രെയിൻ. ഇനിയിപ്പോൾ നമുക്ക് ലളിതാ സഹസ്രനാമത്തിൽ ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട്? മൂലാധാര ചക്രത്തിൽ ദേവി സാന്നിധ്യമുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? മൂലാധാരാംബുജാരൂഢ പഞ്ചവക്ത്ര അസ്ഥി സംസ്ഥിത അങ്കുശാതിപ്രഹരണ വരദാതി നിഷേവിത മുഗ്ധൗദനാസക്തചിത്ത സാഖിന്യംബ സ്വരൂപിണി. ഈ ദേവി സാന്നിധ്യം ഉള്ള ആ ദേവിയുടെ പേര് സാഗിനി ദേവി എന്നാണ്. മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന സാഗിനി ദേവി. 5 മുഖങ്ങൾ ആ ദേവിക്കുണ്ട്. അവരെ ഈവൻ മഹാവിഷ്ണു പോലും അവരെ ആരാധിക്കുന്നു. ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഇൻ ദിസ് ലളിതാ സഹസ്രനാമ വാട്ട് ഈസ് ടോൾഡ് ഈസ് there is the presence of Lalita Tripura Sundari in all the glands, in all the chakras. In Mooladhara chakras, the name of the goddess is Sakini Devi. അപ്പോൾ ഈ പറഞ്ഞ 4-5 വരികൾ ഹൃദയസ്ഥമാക്കുക. സാഗിനി ദേവിയെ നമ്മൾ പ്രസാദിപ്പിച്ചാൽ നമ്മളുടെ ദേഹപുഷ്ടിക്കും എല്ലാത്തിനും അത് ഉപകാരം ചെയ്യും. ദേവിയുടെ പേര് സാഗിനി ദേവി. അടുത്ത ചക്രത്തിൽ, അതായത് 7 ചക്രങ്ങളിലും 7 വിധത്തിലുള്ള ദേവീ നാമമാണുള്ളത്. സാഗിനി, ലാഗിനി, കാഗിനി, ഹാഗിനി, യാഗിനി, ഡാഗിനി, രാഗിനി തുടങ്ങിയിട്ടുള്ള 7 രീതിയിലുള്ള 7 നാമങ്ങളിലുള്ള ദേവീ സാന്നിധ്യം ഉണ്ട് നമ്മളുടെ ഈ 7 ചക്രങ്ങളിലും. അപ്പോൾ ഇതിനെ ഹൃദയസ്ഥമാക്കി ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും ഈ നാമങ്ങൾ പറയുക. മൂലാധാരാംബുജാരൂഢ പഞ്ചഭദ്രാസി സംസ്ഥിത, ഈ രീതിയിലുള്ള അങ്കുശാതിപ്രഹരണ വരദാതി നിഷേവിത മുഗ്ധൗദനാസക്തചിത്ത സാഖിന്യംബ സ്വരൂപിണി. മുഗ്ധൗദനാസക്തചിത്ത എന്ന് പറഞ്ഞാൽ അതായത് വട പോലെയുള്ള നൈവേദ്യത്തിൽ ആസക്തിയുള്ളവർ, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ഇഫ് യു ലൈക്ക് ദിസ് message, if you like this video, please share this to your friends and relatives so that they can also by heart Lalita Sahasranamam and they can also understand what are these chakras and glands. So all these things are very much necessary for the development of our mind, body and brain. അപ്പോൾ ഈ രീതിയിലുള്ള ഈ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും ബന്ധുമിത്രാദികൾക്ക് ഇതിനെ ഷെയർ ചെയ്യുക. അവരെല്ലാവരും മനസ്സിലാക്കട്ടെ ലളിതാ സഹസ്രനാമത്തിനും നമ്മളുടെ ശരീരത്തിനുമുള്ള ഈ ബന്ധം എന്താണെന്ന്, ദേവി സാന്നിധ്യം എവിടെയെല്ലാം ഉണ്ട് എന്നെല്ലാവരും മനസ്സിലാക്കണം. ഓക്കെ, താങ്ക് യു ഓൾ.